ഗുഡ് മോർണിംഗ്, വെൽക്കം ടു ടീൻസ് കിച്ചൺ സീക്രട്സ്. നമ്മളിന്ന് ചോറിന് കൂട്ടാൻ പറ്റുന്ന ഒരു ഒഴിച്ച് കറിയാണ് ഇവിടെ വെക്കുന്നത്. സാമ്പാർ, രസം, അതുപോലെ മോര്, അതുപോലുള്ള നമുക്ക് ഒഴിച്ചു കൂട്ടാൻ പറ്റുന്ന ഒരു ഒഴിച്ച് കറി. ഇത് ഞാൻ 2 കായാണ് ഇവിടെ എടുത്തേക്കുന്നത്. ഏത്തക്കായല്ല, മറ്റേ നമ്മുടെ കറിക്കായ ഉണ്ടല്ലോ, അങ്ങനത്തെ 2 കായ. അതരിഞ്ഞ് ഞാൻ വെള്ളത്തിലിട്ടേക്കുക, കാരണം ഇതിനൊരു കറിയുണ്ട് കായ്ക്ക്. അപ്പം അരിഞ്ഞ് വെള്ളത്തിലിട്ട് ആ കറയെല്ലാം അങ്ങ് പൊയ്ക്കോളുവേ. പിന്നെ വേണ്ടത് കുറച്ച് ചെമ്മീൻ ഞാനിവിടെ ചേർക്കുന്നുണ്ട്. ഉണക്കച്ചെമ്മീനാണിത്. 3 പച്ചമുളക്, 2 തക്കാളി. ഉണക്കച്ചെമ്മീൻ ഈ നോൺ വെജ് കഴിക്കാത്തവർക്ക് ചിലപ്പം ഉണക്കച്ചെമ്മീൻ ഇഷ്ടമാകത്തില്ലല്ലോ. അപ്പോൾ ഇത് ഇല്ലാതെ നമുക്ക് ഇതേപോലെ കറി ഉണ്ടാക്കാം. ഈ കായും പച്ചമുളകും തക്കാളി ഇട്ട് നമുക്ക് കറി ഉണ്ടാക്കാവേ. ഇപ്പം ഞാൻ ചെയ്യുന്നത് ഈ ഉണക്കച്ചെമ്മീനും കൂടി ഇട്ടുള്ള കറിയാണ്. അപ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും ഇത്. പിന്നെ നമുക്ക് വേണ്ടത് അരയ്ക്കാൻ ആവശ്യമായിട്ടുള്ള തേങ്ങയാണ്. നമുക്ക് ആവശ്യത്തിനുള്ള, ഇപ്പോൾ 2 കായല്ല ചേർക്കുന്നുള്ളൂ. അപ്പം നമുക്ക് നല്ലൊരു കപ്പ് നിറച്ച് തേങ്ങ വേണേ. നല്ലൊരു വലിയ കപ്പ് നിറച്ച് തേങ്ങ, 2 ചുവന്നുള്ളി, കുറച്ച് മഞ്ഞൾപ്പൊടി ആവശ്യത്തിന്. പിന്നെ നമുക്ക് വേണ്ടത് കുറച്ച് ജീരകമാണ്. നമ്മൾ തോരനൊക്കെ അരയ്ക്കത്തില്ലേ, ആ ജീരകം. ഇതിലേക്ക് ആവശ്യമായിട്ട് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കണേ. എന്നിട്ട് ഇത് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കണേ. ഇത് ഞാൻ അരച്ചിട്ട് കാണിക്കും. നമ്മൾ കായ നന്നായിട്ട് വാഷ് ചെയ്തിട്ട് ഇതുപോലൊരു കടായിലിട്ട് ഇട്ടിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യമായിട്ട് നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കണം. വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നമ്മുടെ ഈ ഉണക്കച്ചെമ്മീനില്ലേ, ഇത് തലയൊക്കെ കളഞ്ഞ് 2-3 പ്രാവശ്യം ഞാൻ വാഷ് ചെയ്തിട്ട് വെച്ചേക്കുന്നതാണ്. അതും കൂടി ഇതിനകത്ത് ഇട്ട് കൊടുക്കണം. ഇതിലേക്ക് നമ്മൾ ഈ ടൊമാറ്റോസും കൂടെ ഇതുപോലെ അരിഞ്ഞങ്ങ് ഇട്ട് കൊടുത്തേക്കണേ. ചോറ് കഴിക്കാൻ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഒഴിച്ച് കറിയാണ്. നമ്മൾ റെസ്റ്റോറൻറ്റിലൊക്കെ പോകുമ്പം കാണത്തില്ലേ, അവിടെ ചെമ്മീൻ കറി എന്നൊക്കെ പറഞ്ഞുകൊണ്ട്, അത് ഇതുപോലെ ഉണക്ക ചെമ്മീൻ ഇട്ട് നമ്മൾ തേങ്ങ അരച്ച് വെക്കുന്ന കറിയാതെ. അതിനകത്ത് ചിലരെ ഇത് കായ എടുത്തുള്ളൂ, പക്ഷേ ഇത് ഞങ്ങളുടെ വീട്ടിൽ പണ്ട് അമ്മയൊക്കെ ഉണ്ടാക്കി തരുന്നത് ഒരു കറിയാണിത്. പഴയ രുചികളൊക്കെ ഉണ്ടല്ലോ, നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് മനസ്സിലാക്കി കൊടുക്കാൻ നമ്മളിടയ്ക്ക് ഇതുപോലെ നമ്മുടെ അമ്മമാരുണ്ടാക്കി തരുന്ന കറികളൊക്കെ ഉണ്ടാക്കി അവർക്ക് കൊടുക്കണം. നല്ല അവർ അങ്ങനത്തെ രുചികളിലൊക്കെ പോകത്തുള്ളൂ. ഇപ്പോൾ പുതിയ കറികളല്ലാതെ പഴയ രുചികളിലേക്കും നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മൾ വിടണം. ഇനി നമുക്ക് ഗ്യാസ് കത്തിച്ച് കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണേ. കുറച്ചുകൂടെ വെള്ളമാകാം, ഒഴിച്ച് കറിയല്ലേ, അപ്പം നമുക്ക് കുറച്ചുകൂടെ വെള്ളം. ഇനി ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കണേ. നന്നായിട്ട് എല്ലായിടും ഒന്ന് മിക്സ് ആക്കി കൊടുക്കണം. ഗ്യാസ് ഹൈ ഫ്ലെയിമിൽ വെച്ചേക്കണേ. ഇനി ഇത് നമുക്ക് അടച്ച് വെച്ച് വേവിച്ചെടുക്കും. നമ്മുടെ ഈ കായും ഉണക്ക കൊച്ചും കൂടി ഇട്ട് ഇപ്പോൾ ഒരു 8 മിനിറ്റ് കഴിഞ്ഞ് പിന്നെ ആ ടൊമാറ്റോസും ഈ കായയും എല്ലാം നന്നായിട്ട് വെന്തിട്ടുണ്ട്. 8 മിനിറ്റൊക്കെ മതി ഇതൊന്ന് വെന്ത് കിട്ടാൻ. ഉണ്ടോ, എല്ലാം നല്ലപോലെ വെന്ത് ഉടഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് സ്വല്പം കറിവേപ്പില, അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ തേങ്ങ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്, അതും കൂടെ ഇത് സിമ്മിലാക്കി വെക്കണം. സിമ്മിലാക്കിയതിന് ശേഷം ഇതങ്ങ് ഒഴിച്ചു കൊടുക്കണം. സിമ്മിലാക്കാൻ ഞാൻ പറഞ്ഞ എന്താണെന്നറിയോ, ഫ്ലെയിം കൂട്ടി വെക്കുമ്പോൾ ഇത് പെട്ടെന്ന് അങ്ങ് തിളയ്ക്കും. ഈ കറി അങ്ങനെ ഒരുപാട് തിളയ്ക്കരുത്. നമ്മളൊന്ന് ഇളക്കി ഇങ്ങനെ കൊടുത്തുകൊണ്ടിരുന്നാൽ മതി, അധികം തിളക്കത്തില്ല. ഒഴിച്ച് കറികളെല്ലാം ഞാൻ എപ്പോഴും പറയുന്നത്, തേങ്ങ അരച്ച് വെക്കുന്ന ഒഴിച്ച് കറികളെ, മോര്, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ അധികം തിളക്കരുത്. ഇനി ആവശ്യത്തിന് വെള്ളവും കൂടെ നന്നായിട്ട് ഇളക്കി കൊടുക്കണം. അരപ്പൊക്കെ ഒഴിച്ച് ഇതുപോലെ ആക്കിയതിന് ശേഷം നമ്മളൊരു സ്വല്പം ഫ്ലെയിമും കൂടെ കൂട്ടാം. നമ്മൾ ആ അരപ്പ് ഒഴിക്കുന്ന സമയം ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചേക്കുമായിരുന്നേ. ഇനി ഇത് സ്വല്പം കൂടെ ഫ്ലെയിം കൂട്ടി വെച്ചിട്ട് ഇതിനകത്തൊന്ന് നല്ലപോലെ ആവി വരണം. ആവി വരുമ്പോഴത്തേന് നമ്മൾ ഈ അരച്ച തേങ്ങയുടെയൊക്കെ ഒരു പച്ച ചൊവയില്ലേ, അതൊക്കെ അങ്ങ് മാറിക്കിട്ടും. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരുന്നാൽ മതി. അപ്പം നമ്മൾ ഉപ്പുണ്ടോ എന്ന് നോക്കണം. ആവശ്യത്തിന് സ്വല്പം കൂടി ഉപ്പ് നമുക്ക് ചേർത്ത് കൊടുക്കുക. ഇത്രയും വെള്ളം ഒഴിച്ചല്ലേ. നേരത്തെ കഷ്ണത്തിലൊക്കെ ശരിക്കും പറഞ്ഞാൽ ഉപ്പുണ്ട് ആവശ്യത്തിന്. അപ്പോൾ ഒരുപാട് ഉപ്പ് ആയി പോകരുത് കേട്ടോ. ഇതുപോലെ ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുത്തോണ്ടിരുന്നാൽ മതി. 2 മിനിറ്റിനകം അതിൻ്റെ ആ ഒരു റോ ടേസ്റ്റൊക്കെ അങ്ങ് മാറി നല്ല കറിയാവും.
നല്ല ടേസ്റ്റ് കേട്ടോ ഇത് ചോറിന്. എല്ലാവരും ട്രൈ ചെയ്യണം. ഒരുപാടങ്ങ് വെള്ളം പോലെ അങ്ങ് ആകരുതേ, ചെറിയ കുറച്ചൊന്ന് തിക്കായിരിക്കണം. എന്ന് വെച്ചാൽ ഒരുപാട് ഗ്രേവി ആകാനും പാടില്ല. ഓരോരുത്തർക്ക് ഇഷ്ടങ്ങളുണ്ടല്ലോ, അതിനനുസരിച്ച് നോക്കിയെടുത്താൽ മതിയേ. നന്നായിട്ട് ആവി വന്ന് തുടങ്ങിയിട്ടുണ്ടേ. നമ്മൾ ഈ ഇളക്കാതിരുന്നാലുണ്ടല്ലോ എന്താ പറ്റുന്നതെന്നറിയോ, പെട്ടെന്ന് തിളയ്ക്കുന്ന ആ ഒരു ഇതിലോട്ട് വരും. അതുകൊണ്ടാണ് ഇളക്കി കൊടുക്കുന്നത്. നമ്മൾ മോരുകറിയൊക്കെ വെക്കുമ്പോഴും അങ്ങനെ തന്നെയാണ്, നമ്മളിങ്ങനെ ചെറുതായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കും. ഇനി നമുക്കിതിലേക്ക് കടുക് താളിച്ചിട്ടാൽ മതി കേട്ടോ. ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. നമ്മൾ ചെറിയൊരു കടായി എടുത്ത് വെച്ച് 1 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. ഇപ്പോഴത്തെ പോലെ കടുക് പൊട്ടിയില്ല. എണ്ണ ചൂടായെന്ന് നമ്മൾ വിചാരിക്കും, പക്ഷേ അത് ചൂടായിട്ട് എപ്പോഴും പറ്റുന്ന ഒരു പരിപാടിയായത് എനിക്ക്. പൊട്ടി വരുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ചുവന്നുള്ളി ഇട്ട് കൊടുക്കുക. ചുവന്നുള്ളി ചെറുതായിട്ടൊന്ന് മൂത്ത് തുടങ്ങുമ്പോൾ വേണം നമ്മൾ വറ്റൽമുളക് ഇട്ട് കൊടുക്കാൻ. വറ്റൽമുളക് ഈ എണ്ണയ്ക്കകത്ത് കിടന്ന് നന്നായിട്ടൊന്ന് ഫ്രൈ ആകണം. വറ്റൽമുളക് ഇടുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ കറിക്ക്. ഇനി ഇതിലേക്ക് നമുക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ആ ഉള്ളിയൊക്കെ ഒരു ലൈറ്റ് ബ്രൗൺ ആയി തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്യാസ് അങ്ങ് ഓഫ് ചെയ്തേക്കണേ. ഗ്യാസ് ഓഫ് ചെയ്തിട്ട് ഇത് ശകലം കാശ്മീരി ചില്ലി പൗഡർ ഇതിനകത്തോട്ട് ഇട്ടേക്കണം. ഗ്യാസ് ഓഫ് ചെയ്ത് കേട്ടോ, എന്നിട്ടേ ഇടത്തുള്ളൂ. എന്നിട്ട് ഇതൊന്ന് ഇളക്കണം. അതിനുശേഷം താളിച്ചത് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കണം. സ്വല്പ കറി ഈ താളിച്ച പാത്രത്തിലോട്ട്, ഇതെൻ്റെ അമ്മയൊക്കെ ചെയ്യുന്നതാണ്. ഒരു സ്ഥിരം ആ താളിച്ച പാത്രത്തിനകത്തോട്ട് ഒരു സ്വല്പ കറിയും കൂടെ ഒന്ന് എടുത്ത് അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. അത് ആ ഒരു ഓർമ്മയിൽ ഞാനിപ്പോൾ ഇതങ്ങ് ചെയ്യുന്നത്. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് ഇളക്കുക. കണ്ടോ, വളരെ കളർഫുള്ളായ ആ ഒരു കറിയായത്. ആ ഒരു കാശ്മീരി ചില്ലി പൗഡറും കൂടെ നമ്മൾ ആ കടുക് വറുക്കുന്നതിനകത്തോട്ട് ഇട്ട് കൊടുക്കുമ്പോഴാണ് കറിയുടെ ഈ ഒരു ഭംഗി വരുന്നത്. ഇനി നമുക്കിത് ഒരു 2 മിനിറ്റ് ഒന്ന് അടച്ചു വെക്കണം. അടച്ചു വെച്ചതിന് ശേഷം നമുക്ക് ബൗളിലേക്ക് ആക്കാം. നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള കായ ചെമ്മീൻ കറി ഇവിടെ റെഡിയായി. ഇത് ചോറിൻ്റെ കൂടെ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. ഇതിന് കാണാൻ എന്ത് ഭംഗിയല്ലേ, അതുപോലെ തന്നെയാണ് ടേസ്റ്റിൻ്റെ കാര്യത്തിലും. നോൺ വെജ് കഴിക്കാൻ താല്പര്യമില്ലാത്തവർക്ക് ഉണക്കച്ചെമ്മീൻ അങ്ങ് ഒഴിവാക്കിയാൽ മതിയേ. അല്ലാതെ കായ ഇതുപോലെ കറി വെക്കാം, നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പം നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്യണം. എൻ്റെ ചാനലൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഉറപ്പായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും ചെയ്യണം. അടുത്ത ഒരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം. താങ്ക് യു.